നമ്മളുടെ കൂട്ടത്തിൽ പലർക്കും അറിയാത്ത നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ചിലത് നമ്മൾ മനസ്സിലാക്കാൻ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ നമ്മളുടെ ചുറ്റുമുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇന്ന് നമുക്ക് സാറിനോട് സംസാരിക്കാം, നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ്. സർ ഏത് വർഷം മുതലായിരുന്നു ഈ ആക്ടിംഗ് ചെയർപേഴ്സണായിട്ട് മാറിയതും പിന്നെ സാർ മൂലം ചെയ്തിട്ടുള്ള സാറിൻ്റെ ഓരോരോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ അതൊന്ന് പറയാമോ? ഞാൻ 2016 ജാനുവരിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ജുഡീഷ്യൽ മെമ്പറായിട്ട് ഞാൻ നിയമിതനാകുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ ആക്ട് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്റ്റാണ്, പാർലമെൻറ്റിൽ നടപ്പാക്കിയ നിയമം. എല്ലാ സംസ്ഥാനത്തും ഇങ്ങനെ ഒരു ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ജുഡീഷ്യൽ മെമ്പറായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. 5 വർഷത്തേക്കാണ് അതിൻ്റെ അപ്പോയിൻമെൻറ്റ്. ആ 5 വർഷത്തിനിടയിൽ അന്ന് ഇതിൻ്റെ ഈ ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഞാൻ ചെല്ലുമ്പോൾ ജസ്റ്റിസ് JB കോശി ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. പക്ഷേ ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരീഡ് കഴിഞ്ഞു. വേറൊരാളെ നിയമിതനാകുന്നത് വരെ എന്നെ അതിൻ്റെ ആക്ടിംഗ് ചെയർമാനായിട്ട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ പുതിയൊരാൾ വരാനായിട്ട് കുറേ താമസം വന്നു. 1.5 വർഷക്കാലത്തോളം ഞാൻ അതിൻ്റെ ചെയർമാനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. പുതിയ ചീഫ് ജസ്റ്റിസ് വന്നപ്പോൾ, റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസ് വന്നപ്പോൾ ഞാൻ വീണ്ടും ജുഡീഷ്യൽ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്തു. 5 വർഷക്കാലത്തേക്കാണ് ഞാൻ അതിൻ്റെ അകത്ത് പ്രവർത്തിച്ചത്. കേരളത്തിൽ ആകമാനം, നമ്മുടെ സംസ്ഥാനത്ത് ആകമാനമുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ, ഏതെല്ലാം തലങ്ങളിലുണ്ടോ അവിടെയെല്ലാം നമുക്ക് ഇടപെടാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ബ്യൂറോക്രസി ആ വിഭാഗത്തിൽ കളക്ടറാണെങ്കിൽ കളക്ടർ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ആണെങ്കിൽ ചീഫ് സെക്രട്ടറി, മറ്റ് സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥന് എല്ലാം IAS കേഡറിലുള്ള ആ വിഭാഗം ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും അവരെ കൊണ്ട് ആ അനീതി അത് ആ വിക്ടിമിന് നീതി ലഭ്യമാക്കുവാനുമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും നടത്തിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സർ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റും നിരവധി കേസുകൾ നമ്മൾ ഓരോ ദിവസം കേൾക്കും, ഓരോരോ ക്രൈമും കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പലർക്കും ലഭിക്കേണ്ട എന്താ പറയുക, സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ പോലും അവർക്ക് കിട്ടാണ്ട് പോകുന്ന നിരവധി കേസുകൾ നമുക്ക് കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നീതി കിട്ടുന്നുണ്ട് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുമോ? എല്ലാ നീതിയും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റില്ല. മനുഷ്യാവകാശ ലംഘനങ്ങളെന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് കമ്മീഷൻ ഇടപെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റ് ജുഡീഷ്യൽ സംവിധാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ മജിസ്ട്രേറ്റ് കോടതി, മുനിസിപ്പൽ കോടതി തൊട്ട് ഹൈക്കോടതി, സുപ്രീം കോടതി, അങ്ങനെ ഒരുപാട് ജുഡീഷ്യൽ സംവിധാനങ്ങളുണ്ട്. അവിടെയൊക്കെയാണ് നമുക്ക് നിയമങ്ങൾ അനീതി വരുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് അവിടെയൊക്കെയാണ്. പക്ഷേ അവിടെയൊക്കെ കാലതാമസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ സ്പീഡിയായിട്ട് നടക്കാനുള്ള നടപടികളും മീഡിയേഷനും സെറ്റിൽമെൻറ്റും അദാലത്തും ഒക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ കാലതാമസം വരുന്നുണ്ട്. സ്പീഡിയായിട്ടൊരു ജസ്റ്റിസ് കൊടുക്കാൻ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഒരുപാട് നമുക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് സ്പീഡിയായിട്ട് നമുക്ക് നീതി ലഭ്യമാക്കാനായിട്ടും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ കാലഘട്ടത്തിലായിരിക്കുമല്ലോ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ഓർഡർ സാർ ഇറക്കിയത്. അതിൻ്റെ എങ്ങനെയായിരുന്നു, അതിൻ്റെ നടപടികളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് പരാതിയായിട്ട് വന്നതൊരു ഡോക്ടറാണ്. ഡോക്ടർ ആഫ്റ്റർ ഹിസ് സർവീസ് ഇൻ ദ മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ അവിടെ നടപ്പാക്കിയ ഒരു നിയമത്തിൻ്റെ വെളിച്ചത്തിലാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ അയാൾ പരാതി തരുന്നത്. അയാൾ 2-3 പരാതികൾ തന്നതിൽ 2 ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ട് ഒന്ന് പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകുന്നതിനെക്കുറിച്ച്. അവിടെ ഗൾഫിലെല്ലാം അത് നിരോധിച്ചിരിക്കുകയാണ്. ഈ തുറന്ന വാഹനങ്ങളിൽ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിരോധിച്ചിരിക്കുകയാണ്. കാരണം അതേക്കുറിച്ച് അവിടെ വലിയ സ്റ്റഡിയെല്ലാം നടത്തിയിട്ട് ഇതിനകത്ത് സൂര്യപ്രകാശം വെക്കുമ്പോൾ സോളാർ എനർജി അത് ഈ വെള്ളത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുമ്പോൾ അതിനകത്തൊരു കെമിക്കൽ ഫോർമേഷൻ ഉണ്ടാകും. കെമിക്കൽ അത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളൊരു പോയ്സണസ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസാണ്. അത് ക്യാൻസറിന് കാരണമാകുന്നുണ്ട്. അങ്ങനെ അത് അവിടെ പ്രൂവ് ചെയ്തിട്ട് ഗൾഫ്, മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെല്ലാം വെള്ളം ഇതുപോലെ തുറന്ന വാഹനത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അയാൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പരാതി തന്നു. അയാൾ ഈ ഡോക്ടേഴ്സിൻ്റെ അവിടെ ലാബ് റിപ്പോർട്ടെല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടാണ് ഇത് പറഞ്ഞത്. ഞാൻ അതിനെ സംബന്ധിച്ച് ഹെൽത്ത് സെക്രട്ടറിക്കും ഭക്ഷ്യ വകുപ്പിനുമൊക്കെ ഞാൻ നോട്ടീസ് അയച്ചു. എൻ്റെ നോട്ടീസിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു നിർദ്ദേശം കൊടുത്തായിരുന്നു. ഒന്ന്, ഇത് നിരോധിക്കണം. കൂടാതെ ഈ ഡോക്ടർ തന്നെ വേറൊരു പരാതിയും കൂടി തന്നിരുന്നു. ഈ ആശുപത്രികളിൽ വലിയ മാരക രോഗവുമായിട്ട് ചെല്ലുന്ന ആളുകൾ, IC യൂണിറ്റിൽ പോകുന്ന ആ പേഷ്യൻസ്, അവിടെ IC യൂണിറ്റിൽ പേഷ്യൻ്റ് കഴിയുമ്പോൾ ഡോക്ടർമാർ ഒരുപാട് ചീട്ടിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. 10,000 രൂപയ്ക്ക് 25,000 രൂപയ്ക്കൊക്കെ വാക്സിനും ഇഞ്ചക്ഷനും മെഡിസിനും ഒക്കെ എഴുതും. ഇതെല്ലാം മേടിച്ചു കൊടുക്കുന്നതല്ലാതെ ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ രോഗിക്ക് ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ടെന്നും പറഞ്ഞു. നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആ ഡോക്ടർക്ക് അറിയാമായിരുന്നുകൊണ്ട് അത് ശരിക്കും അത് പേഷ്യൻ്റ് ഉപയോഗിക്കുന്നില്ല എന്ന ആ ഡോക്ടർ എന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഞാൻ ഇതേ സംബന്ധിച്ച് ഒരു കേസെടുത്ത് ഗവൺമെൻറ്റിന് നിർദ്ദേശം കൊടുത്തു. തീർച്ചയായിട്ടും ഇത് ഒരു ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് തന്നെ വേണം. ഈ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഈ അനീതി, ഇതിനെതിരെ ഗവൺമെൻറ് ശക്തമായ നടപടികൾ എടുക്കണം. ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു അവകാശമാണ്. അത് ഉറപ്പാക്കേണ്ടത് ഗവൺമെൻറ്റാണ്.
സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഇതൊരു നിയമം മൂലം ഇത് നിരോധിക്കണം, നിയമം മൂലം ഇത് കർശനമാക്കണം. IC യൂണിറ്റിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് രോഗിയെ പരിചരിക്കുന്ന രോഗിയുടെ കൂട്ടാളികളും ബൈസ്റ്റാൻഡേഴ്സും പുറത്തിരിക്കുന്നവർക്ക് എന്താണ് അകത്ത് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാവുന്ന തരത്തിലുള്ള ഒരു ക്യാമറ അകത്തും പുറത്തും ഇൻസ്റ്റോൾ ചെയ്ത് CCTV ക്യാമറ പോലെ ചെയ്യണമെന്നൊരു നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന കേരളത്തിൽ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനകത്തും ഈ ഒരു കാര്യത്തെക്കുറിച്ചൊരു തീരുമാനം അതിനകത്ത് വന്നിട്ടില്ല. അതിന് ഞാൻ വന്നു വേറെയും കുറേ പരാതികളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഹെർണിയ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഹിസ്ട്രക്ടമി ഓപ്പറേഷൻ, ഇതിനൊക്കെ ഓരോ ആശുപത്രിയിലും ഓരോ റേറ്റാണ്. അത് സർക്കാർ ഇത് പ്രത്യേകം നിയന്ത്രിക്കണം. ഇതിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അല്പം കൂട്ടി ആയിക്കോട്ടെ, ബാക്കിയുള്ള ആശുപത്രികൾക്കെല്ലാം കൃത്യമായിട്ടൊരു സ്റ്റാൻഡേർഡ് റേറ്റ് ഫിക്സ് ചെയ്യുക. അല്ലാതെ തോന്നുന്ന പേഷ്യൻറ്റിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് രോഗിക്ക് ബില്ലടിക്കുന്ന രീതി അവസാനിപ്പിക്കണം. പല ആശുപത്രിയിലും നമ്മൾ കാണുന്നത് അതാണ്. പേഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കി, ഇൻഷുറൻസ് കവറേജ് ഉണ്ടോയെന്ന് നോക്കി രോഗിയുടെ ചാർജ് അങ്ങ് അവർക്ക് തോന്നുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുന്ന ഈ രീതിക്ക് അവസാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അന്നും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിക്ക് നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് 2018 ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് വന്നിട്ടുള്ളത്. പക്ഷേ അതിലും കർശനമായി ഇതിനെ നിരോധിച്ചിട്ടില്ല. അതും നോട്ട് സ്ട്രിക്റ്റ്ലി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി സ്റ്റേറ്റ്. അതാണ് ഇപ്പോൾ എനിക്കത് തന്നെ പറയാനുള്ളത്. ഞാൻ അവിടുന്ന് അധികാരം വിട്ടു പോന്നു. അതൊന്ന് സൂപ്പർവൈസ് ചെയ്യാനും അതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനും ആരും ഇന്ന് ശ്രമിക്കുന്നില്ല. അപ്പോൾ അതങ്ങനെ തന്നെ കിടക്കുവാണ്. ആക്ട് നിയമസഭ പാസ്സാക്കിയെന്നല്ലാതെ റൂൾസ് വന്ന് അത് എൻഫോഴ്സ് ചെയ്തിട്ടില്ല ഇപ്പോൾ വരെ. അപ്പോൾ സ്റ്റിൽ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതെ, എവിടെയും ഇപ്പോൾ ക്യാമറ വെച്ചുള്ള സൗകര്യങ്ങൾ ഒരു സ്ഥലത്തും ഉണ്ടാക്കിയിട്ടില്ല. ക്യാമറ വെച്ച് അതുകൊണ്ടാണല്ലോ മരിച്ചുപോയ പേഷ്യൻറ്റിനെ വീണ്ടും മരുന്ന് കൊടുത്ത് വെന്റിലേറ്ററിൽ കിടത്തി വീണ്ടും മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ തന്നെ കുറേ കേസുകളിൽ ഇടപെട്ടിട്ടുണ്ട്. ആ രോഗിയെ വിട്ടുകൊടുക്കണമെന്നും മരിച്ച രോഗിയെ വിട്ടുകൊടുക്കാൻ വീണ്ടും 4-5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ ആശുപത്രിക്ക് നമ്മൾ ഇടപെട്ട് രോഗിയുടെ ആദ്യം വിട്ടുകൊടുക്കും, കാശിൻ്റെ കാര്യം പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ പല ആശുപത്രികൾ എന്താ പറയുക, നമുക്ക് ഒരു അറവശാലകൾ പോലെയുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അതെ. ഓരോ അവയവത്തിന് വിലയിട്ടും മരണപ്പെട്ടു പോയതിനു ശേഷം എന്താ പറയാ ബില്ല് പേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ക്രൂരതകളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ജീവിക്കാനുള്ള അവകാശമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മനുഷ്യാവകാശം. അത് ഇവിടെ അത് ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും അതിന് ബാധ്യസ്ഥരാണ്. അവരുടെ ഭാഗത്തുനിന്നുള്ള ഫെയിലുവേഴ്സാണ് നമ്മളിവിടെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്, ആശുപത്രികളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശുപത്രികളിൽ നിന്ന് ഒരു രോഗി ആശുപത്രി പോയി കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് താങ്ങാനാവാത്ത ചിലവാണ്. ഒരു മിഡിൽ ക്ലാസ്സിൽ ഫാമിലിയിൽപ്പെട്ട ആളാണെങ്കിൽ പോലും ഇൻഷുറൻസ് കവറേജ് ഇല്ലെങ്കിൽ അവരുടെ തറവാട് വിറ്റ് അവർ തകർന്നു പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ഭാരിച്ച ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഭാരിച്ച ചിലവാണ് ഈ ആരോഗ്യ സംരക്ഷണം. അത് മനുഷ്യാവകാശമാണെന്ന് ഉറക്കെ പറയുന്ന നിയമമുള്ള നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. നമുക്കത് ഈ നമ്മുടെ നാട്ടിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് ഇനി വേണ്ടതെന്ന് സാർ പറയുന്നത്? അത് തീർച്ചയായിട്ടും ഇപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റിയുടെ കീഴിലാണല്ലോ ഇപ്പോൾ ഈ ചാനലൊക്കെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാം ജനങ്ങൾ മുഖാന്തരം. ഇപ്പോൾ ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയല്ലേ, MP-മാരും MLA-മാരുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഇതിന് വേണ്ട ഭേദഗതികൾ ആ നിയമത്തിൽ വരുത്തി അത് സ്ട്രിക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമുക്ക് വേണം. കാരണം എല്ലാത്തിനും നിയമമാണല്ലോ വലുത്. നിയമം നടത്തുന്ന ആരാ? അസംബ്ലിയിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന MLA-മാരാണ്, പാർലമെൻറ്റിലാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്ന MP-മാരാണ്. അപ്പോൾ ഇവരാണ് നിയമം ഉണ്ടാക്കാനും നിയമത്തിൽ പോരായ്മകളും വീഴ്ചകളും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് പുതിയ നിയമങ്ങൾ അമെൻഡ് ചെയ്ത് ചേർക്കാനും ഒക്കെ അധികാരങ്ങൾ അവർക്കാണ്. അപ്പോൾ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, വേണ്ടി വന്നാൽ അജിറ്റേഷനും സമരങ്ങളും ഒക്കെ ജനങ്ങൾ സംഘടിപ്പിക്കേണ്ടി വരും. അങ്ങനെ അധികാരികളുടെ കരയുന്ന കുഞ്ഞിനെ പാല് കിട്ടുമെന്ന് പറഞ്ഞ പോലെ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ധർമ്മമാണ്. അത് പ്രത്യേകിച്ച് മനുഷ്യാവകാശ പ്രവർത്തനവുമായിട്ട് നടക്കുന്ന ആളുകളുടെ ധർമ്മമാണ്. ഈ ചാനലിന് പ്രത്യേക ഒരു ധർമ്മമുണ്ട്. ഇത് ഒരു മനുഷ്യാവകാശ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ്. ഈ ചാനൽ തീർച്ചയായിട്ടും ഇതെല്ലാം ജനങ്ങളിലെത്തിക്കണം. നമ്മുടെ രാജ്യത്തിലോട്ടൊന്നും പോകണ്ട, നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് തന്നെ ഏതെല്ലാം തലങ്ങളിലാണ് മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത്. നമ്മുടെ മലയോര പ്രദേശങ്ങൾ മാത്രം എടുത്താൽ മതി. ഈ ട്രൈബൽസ് ജീവിക്കുന്ന ഒരു 5 ലക്ഷം 6 ലക്ഷത്തോളം ട്രൈബൽസ് മാത്രമുണ്ട്. നമ്മളെപ്പോലെ തന്നെയാണ് അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം. അവർക്കൊന്നും യഥാർത്ഥത്തിൽ ജീവിതം പോലുമില്ല. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം
അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസം, അതിനുള്ള സ്കൂൾ സൗകര്യങ്ങൾ, അവർക്ക് ചികിത്സിക്കാനുള്ള ആശുപത്രി. ഒരു ഹാർട്ട് അറ്റാക്കൊക്കെ വന്നാൽ ഈ കുട്ടമ്പുഴയിലുള്ള സ്ഥലങ്ങളിലുള്ള ആളുകളെല്ലാം പോയതാണ്. അതൊന്നും ഒരു രക്ഷയില്ല. ഹാർട്ട് അറ്റാക്ക് വന്നാൽ അവൻ മരിച്ചതായിട്ട് കണക്കായിട്ടാണ്. കാരണം ഇമ്മീഡിയറ്റ് അറ്റൻഷൻ കൊടുക്കണമല്ലോ, മെഡിക്കൽ അറ്റൻഷൻ. അതിനുള്ള സംവിധാനം അവിടെ ഇല്ല. റോഡ് പോലും ഇല്ല. പിന്നെ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം അവരാണ് ഏറ്റവും കൂടുതൽ നേരിടുന്നത്. ഓഫ് കോഴ്സ് അതല്ലാതെ ഈ മലയോര പ്രദേശങ്ങളോട് ചേർന്ന് കൃഷി നടത്തുന്ന ആളുകളും കർഷകർക്കും ഒക്കെ ഈ ത്രെട്ടുണ്ട്. പക്ഷേ ഇന്ന് എല്ലാം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വന്നാണല്ലോ ഏറ്റവും കൂടുതൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം. ഒരു ആന കുത്തി അല്ലെങ്കിൽ ഒരു കാട്ടുമൃഗം കുത്തി കൊന്നു കഴിഞ്ഞാൽ യാതൊരു പരിഹാരവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉടനെ ഉണ്ടാകുന്ന എല്ലാം കൊടുക്കാമെന്ന് പറയുന്നതല്ലാതെ ഒന്നും എത്തിക്കുന്ന ഒരു സംവിധാനമില്ല. സർ, അതേപോലെ തന്നെ ഇപ്പോൾ ട്രൈബൽസിൻ്റെ കാര്യം സർ പറഞ്ഞു. നമ്മൾ ഒരുപാട് ട്രൈബൽസ് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നത് അവർക്ക് വേണ്ട ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടത് നൽകുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ടെങ്കിലും പല ആളുകൾക്കും അത് കിട്ടുന്നില്ല. അപ്പോൾ അത് ആരുടെ ശ്രദ്ധയിലാണ് ശരിക്കും പെടേണ്ടത്? സർക്കാരല്ലേ ഇത് അന്വേഷിക്കേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ് വലിയൊരു എമൗണ്ട് ഈ ട്രൈബൽസിന് വേണ്ടി അലോട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ് മുഖാന്തരം കൊടുക്കുന്നുണ്ട്, നേരിട്ടും കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ട്രൈബൽ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം കൊടുക്കുന്ന പണങ്ങൾ പലപ്പോഴും ഡയറക്റ്റ്ലി അവർ ബെനിഫിറ്റഡ് അല്ല, അവർക്ക് ഡയറക്റ്റ് കിട്ടുന്നില്ല. ഇതിനെല്ലാം ഇടനിലക്കാർ നിന്നുകൊണ്ട് ഇതെല്ലാം തട്ടിയെടുക്കുകയാണ്. ഇപ്പോൾ ഒരു 100 കോടി അനുവദിച്ചു കഴിഞ്ഞാൽ ഒരു 10 കോടി പോലും ഈ വിഭാഗം ആളുകൾക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല. അതെല്ലാം ഇടനിലക്കാർ അടിച്ചു മാറ്റുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതൊക്കെയാണ് തികഞ്ഞ മനുഷ്യാവകാശം ലംഘനം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് മനുഷ്യാവകാശ പ്രവർത്തനവുമായി നടക്കുന്ന ആളുകൾ അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത്. അതിനൊക്കെയാണ് ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടത്. മറ്റൊരു മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഈ ഇലക്ട്രിസിറ്റി ഈ ലൈനുകൾ പോകുന്നത് പലയിടത്തും അത് കാലാകാലങ്ങളിൽ അതിൻ്റെ ലൈൻ നോക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്വ ഉദ്യോഗസ്ഥന്മാർ അതെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്ത് സൂപ്പർവൈസ് ചെയ്യണമെന്നാണ്. പലപ്പോഴും ഇവരുടെ അശ്രദ്ധ കൊണ്ട് പല ലൈവ് വയറും ഇങ്ങനെ താഴ്ന്നു കിടക്കും. ഇതിൽ തട്ടി പല ആളുകളും മരിച്ച സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ഫെയ്റ്റൽ ആക്സിഡൻറ്റ്സ് ആക്ട് പ്രകാരമാണ് കോമ്പൻസേഷൻ കൊടുക്കുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടപരിഹാരം വേണമെങ്കിൽ ഗവൺമെൻറ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സാധാരണഗതിയിൽ ഗവൺമെൻറ് കൊടുക്കാറില്ല. കോടതിയിൽ പോയി 5, 6, 7 കൊല്ലം കോടതിയിൽ പോയി സിവിൽ സൂട്ടും നടത്തി അത് വിധിച്ച് വീണ്ടും അപ്പീൽ പോയി അത് വിധിച്ച് ഇങ്ങനെ 10, 15 കൊല്ലം കഴിയുമ്പോഴാണ് 3 ലക്ഷം രൂപ അനുവദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിധിവരെ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ കുറേ ശക്തമായ നടപടികൾ എടുത്തു. ആ പീരീഡിൽ ഈ ലൈവ് വയർ ടച്ച് ചെയ്ത് മരണമുണ്ടായിട്ടുള്ള എല്ലാ കേസുകളും പത്രത്തിൽ വന്ന അപ്പം ഞാൻ കേസെടുക്കും. ഞാൻ എൻ്റെ സ്റ്റാഫിന് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. KSEBയുടെ ലൈനിൻ്റെ ഉദ്യോഗസ്ഥൻ്റെ നെഗ്ലിജൻസ് കൊണ്ട് ലൈൻ ടച്ച് ചെയ്ത് ആരെങ്കിലും മരണപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് അത് എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം സുവമോട്ടോ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുള്ള ഒരു അധികാരം അതാണ്. ഒരാളും പരാതി തരണ്ട. ഒരു അനീതി ഒരു സ്ഥലത്ത് നടക്കുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഇൻ്റർവ്യൂൻ ചെയ്യാനും കേസെടുക്കാനും അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് നോട്ടീസ് അയക്കാനുമുള്ള അധികാരമുണ്ട്. അയാളുടെ റിപ്പോർട്ട് വാങ്ങിയിട്ടാണ് നമ്മൾ നടപടിയെടുക്കുന്നത്. ഞാൻ ഇടപെട്ട തന്നെ 8 or 9 കേസുകളിൽ നമ്മൾ നഷ്ടപരിഹാരം ഇമ്മീഡിയറ്റായിട്ട് റിലീസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ അവരുടെ ഈ മരിച്ചുപോയ ആളുകളുടെ അനന്തരാവകാശികൾ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റോ ഇതൊക്കെ മേടിച്ച് കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് എന്തറിയാൻ ബുദ്ധിമുട്ടാണ്. വക്കീലിൻ്റെ പുറകെ നടന്ന് അതിൻ്റെ കുറേ ആ ഭാഗത്തുനിന്ന് കുറേ അനീതി, വക്കീൽ പിന്നെ അതിനകത്തുനിന്ന് വലിയൊരു എമൗണ്ട് ഫീസ് മേടിക്കും. ഇങ്ങനെയെല്ലാം ഇതെല്ലാം ഒഴിവാക്കി ഇതിനൊരു നഷ്ടപരിഹാരം ഇമ്മീഡിയറ്റായിട്ട് തഹസിൽദാർ മുഖാന്തരം കൊടുക്കാനുള്ള നടപടികൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഹ്യൂമൻ റൈറ്റ്സിൽ ഇരുന്നപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള നേട്ടങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് നമ്മോടൊപ്പം ചേർന്ന P. മോഹൻദാസ് സർ നമുക്ക് ചുറ്റും നടക്കുന്ന നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ചുരുക്കം ചിലത് മാത്രമാണ് പറഞ്ഞത്. ഇവയെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞങ്ങളും ശ്രമിക്കുന്നത്. ഇന്നു മുതൽ ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ചാനലിന് വേണ്ടി സുർമി അബ്ദുൽ ഖാദർ.